വെറും 85 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങി നമുക്ക് 499 രൂപയ്ക്ക് വരെ വിൽക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. പക്ഷേ വിത്ത് പ്രൂഫാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. 85 രൂപയ്ക്ക് വാങ്ങുന്ന പ്രോഡക്റ്റ് 499 രൂപ വരെ അതിലും കൂടുതൽ വിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. ആ പ്രോഡക്റ്റ് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളിലുള്ള ഒരു സാധനമാണ്. അത് ഓരോ വീട്ടിലും ഒഴിച്ചു കൂടാനാവാത്ത സാധനമാണ്. നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ട്, പക്ഷെ അതത്ര എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് ഗുണമില്ല, ഇല്ലെങ്കിൽ അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടമ്മമാരാണ് ഇതിൽ ഏറെ കഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, നമ്മളുടെ വീടുകളിൽ വാഷിംഗ് മെഷീൻ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇനി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ കൈകൊണ്ട് ചെയ്തേ മതിയാകൂ. അതായത് കോളർ, ഷർട്ടിന്റെ കോളർ, പാന്റിന്റെ താഴത്തെ ഏറ്റവും താഴത്തെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൈകൊണ്ട് തന്നെ റബ്ബ് ചെയ്തേ മതിയാകൂ. സാധാരണഗതിയിൽ നമ്മൾ കൈകൊണ്ടല്ല റബ്ബ് ചെയ്യാറുള്ളത്. അതിന് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഇല്ലെങ്കിൽ തടി കൊണ്ടുള്ള ഒരു ബ്രഷ് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. പ്ലാസ്റ്റിക്കിന്റെ ബ്രഷ് ആണെങ്കിൽ നമുക്ക് 1-2 പാന്റ് ഇല്ലെങ്കിൽ 1-2 ഷർട്ടേ ഉരയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴത്തേക്കും അതിന്റെ ബ്രിസിൽസ് എല്ലാം അടന്നു പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മളുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ടൈപ്പ് ബ്രഷ് ആണെങ്കിൽ അതും അല്പം കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞ് പൊക്കൊണ്ടിരിക്കും. എന്നാലും വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ നമുക്ക് സോപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തേക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടമ്മമാർ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഈ സമയത്താണ്. ഇവിടെ ഒരു അടിപൊളി ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ. അതായത് നമുക്ക് അതേ ബ്രഷ് തന്നെ അതിനകത്ത് ബിൽറ്റ് ഇൻ സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീട്ടമ്മമാരുടെ വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അവർ കണ്ടപാടെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വില ഫാക്ടർ മുമ്പോട്ട് വരുമ്പോൾ പറയാം. പക്ഷേ ഈ സാധനം വീട്ടമ്മമാർക്ക് ഏറെ ഇഷ്ടപ്പെടും. ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ഒരു ബ്രഷ് വളരെ ചെറിയ ബ്രഷാണ്. ആ ബ്രഷിനുള്ളിലേക്ക് അതിന്റെ ഒരു അടപ്പുണ്ട്, റബ്ബർ ലിഡ് ആണ്. അത് തുറന്നിട്ട് നമ്മളുടെ ലിക്വിഡ് സോപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആ അടപ്പ് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന്, ബ്രഷിന്റെ താഴത്ത് നിന്ന് സ്പ്രേ ചെയ്യുന്നതായിട്ട് കാണാം. ആ സോപ്പ് നമ്മളുടെ തുണിയിലേക്ക് സ്പ്രേ ചെയ്യപ്പെടുകയാണ്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ മാനുവലി ഉരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഒരു സോപ്പ് കട്ടയിൽ നിന്ന് സോപ്പ് എടുത്ത് ഉരച്ചു കഴിഞ്ഞാൽ കുറെ ഇടത്തൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇവിടെ ലിക്വിഡ് സോപ്പ് നമുക്ക് ബ്രഷ് തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു 3-in-1 സെറ്റപ്പ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ അതിന്റെ വീഡിയോ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞു. ഈ പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. അങ്ങനെ ഓൾറെഡി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായിരിക്കും. അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ ഉടനെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ലാഭം കിട്ടും. വളരെ പെട്ടെന്ന് അവരുടെ ബിസിനസ് മെച്ചപ്പെടുകയും ചെയ്യും. ഒന്നിന്റെ കൂടെ ഒന്ന് എന്നുള്ളതാണ് ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ ഒരു തിയറി. ആദ്യം നമ്മൾ ഒരു പ്രോഡക്റ്റിൽ തുടങ്ങുന്നു, ശേഷം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ആദ്യം നമുക്ക് ഈ പ്രോഡക്റ്റ് റീറ്റെയിൽ ആയിട്ട് എവിടെ കിട്ടും എന്നുള്ളത് നോക്കാം. ഓൺലൈനാണ്. ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ പോലും സ്വന്തം വീട്ടിലേക്ക് വേണമെങ്കിൽ 1-2 എണ്ണം വാങ്ങിക്കാൻ ഈ ലിങ്ക് നിങ്ങളെ സഹായിക്കും. ആദ്യം അത് കണ്ടു നോക്കാം. ഇതാണ് ആ പറഞ്ഞ സാധനം. ഓട്ടോമാറ്റിക് ലിക്വിഡ് ആഡിംഗ് 3-in-1 ബ്രഷ്, സോഫ്റ്റ് ഹെയർ ലോണ്ടറി ക്ലീനിങ് ബ്രഷ്, ഷൂ. ഇവിടെ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഷർട്ടും പാന്റും മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് ഷൂ കഴുകുന്നത് വലിയൊരു വിഷയമാണ്. ഇവനത് ക്യാൻവാസ് ഷൂ ആണെങ്കിൽ വലിയ പാടുമാണ്. ഷൂവിന്റെ സൈഡൊക്കെ സോപ്പ് കൊണ്ടൊക്കെ കഴുകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും ഇത് ഉപയോഗപ്രദമാണ്. ലോങ് ലാസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ ആയിരിക്കണം. ഇവിടെ വില കൊടുത്തിട്ടുണ്ട് 239 രൂപ, 259 രൂപ, 499 രൂപ, 386 രൂപ, 299, 249, 444, 449, 499. ഏതാണ്ട് ഒരു മാക്സിമം പ്രൈസ് അതിന്റെ 499ഉം മിനിമം പ്രൈസ് അതിന്റെ 249 രൂപയും ആണ്. ഞാൻ മാക്സിമം ആദ്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 249 രൂപയ്ക്ക് കൊടുത്താലും, അതായത് 250 രൂപയ്ക്ക് കൊടുത്താലും നല്ല ലാഭം തന്നെ ലഭിക്കുന്നതാണ്. അതിലും താഴ്ത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ബിസിനസ്
ഡിപ്പെൻഡ് അപ്പോൺ യുവർ സിറ്റുവേഷൻ, യുവർ ബിസിനസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഇനി നിങ്ങൾ ഇതിന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു പീസ് വാങ്ങി സ്വയം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. കാരണം ഹോൾസെയിലറുടെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് സിംഗിൾ പീസ് ലഭിക്കുകയില്ല. അപ്പോൾ ഇനി നമുക്ക് ഹോൾസെയിൽ എവിടെ കിട്ടും എന്ന് നോക്കാം. അതിനു മുന്നേ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുത്തു നോക്കിയാണ് 299 രൂപയുടെ. അവരവിടെ റേറ്റ് ഇട്ടിരിക്കുന്നത് 599 രൂപയാണ്. 50% ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. നല്ല റേറ്റിംഗ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 25 റേറ്റിംഗ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രോഡക്റ്റ് ഇതാണ്, നിങ്ങൾ കണ്ടല്ലോ, ഈ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പലതരത്തിലുള്ള ഇമേജുകളും വീഡിയോകളും ഒക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് നോക്കുക. ഇവിടെ ഫ്രീ ഡെലിവറി ആണ് അവർ പറയുന്നത്. നോൺ റിട്ടേണബിൾ ആണ്. പ്ലാസ്റ്റിക്കിന്റെ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ അവർ റിട്ടേൺ ചെയ്യില്ല എന്ന് അഡ്വാൻസ്ലി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് അത്യാവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. ഇനി നമുക്ക് ഹോൾസെയിൽ നിരക്കിലേക്ക് പോകാം. ഇത് ഇന്ത്യ മാർട്ടിന്റെ സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് 80 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും, 85 രൂപയ്ക്ക് കിട്ടും, 90 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു നിരക്കിലാണ് ഇവിടെ കിട്ടുന്നത്. 70 രൂപയ്ക്ക് കിട്ടും. ഈ ഒരു നിരക്കിലാണ് നിങ്ങൾക്ക് ഇതിവിടെ കിട്ടാൻ പോകുന്നത്. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കാം, അവരുമായിട്ട് സംസാരിക്കാം. ഡീൽ നിങ്ങൾ കൊക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുകയും ചെയ്യാം. ഈ 2 റെഫറൻസും കൊടുത്തിരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഈ വീഡിയോയ്ക്കോ ഈ ചാനലിനോ എനിക്കോ ഞങ്ങളുടെ ടീമിനോ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ മാത്രമേ ഇത്തരം ലിങ്കുകളിൽ നിങ്ങൾ ബന്ധപ്പെടാൻ പാടുള്ളൂ, അവരുമായിട്ട് ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ നമ്മൾ വിപണനം ചെയ്യും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും നല്ലത് എന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മെയിൻലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ പറയും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, വീട് വീടാന്തരം കറങ്ങണം, വെയിലാണ്, തണുപ്പാണ്, വിയർപ്പാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ വരും. പക്ഷേ അധ്വാനിക്കാൻ കഴിവുള്ളവൻ ഇല്ലെങ്കിൽ അധ്വാനിക്കാൻ മനസ്സുള്ളവൻ ഇത് മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫീസസ് മാത്രം ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ഒഴിവ് സമയത്ത്, ഉച്ച സമയം, ലഞ്ച് ടൈം, അങ്ങനെയൊക്കെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് അവിടെ നിങ്ങൾക്ക് എൻട്രി ലഭിക്കും. ഒരു തവണ എൻട്രി ലഭിച്ചാൽ 10 പേര് കണ്ടാൽ അതിൽ നിന്ന് 2 പേര് വാങ്ങിയാൽ തീർച്ചയായിട്ടും ബാക്കി 8 പേരും വാങ്ങിയിരിക്കും. പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അവരെല്ലാം വാങ്ങിയിരിക്കും. അതുകൂടാതെ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റിയും തരും. ഇനി എന്താ വേണ്ടത്? അങ്ങനെ ചെയ്യാം. 2 പ്രൈവറ്റ് ഓഫീസസിൽ കയറാം, ഓരോന്നായി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ വിൽക്കുന്ന കടകളിൽ ആദ്യം കയറാതിരിക്കുക. കാരണം അവർ അജ്ഞരാണെങ്കിൽ അജ്ഞരായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തൽക്കാലം നിങ്ങളുടെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കുന്നത് വരെ. ഇല്ലെങ്കിൽ എല്ലാ കടകളിലും ലഭിക്കുന്ന ഒരു സാധനവും കൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ കടക്കാര് ചവിട്ടും. കാരണം അവർക്കറിയാം എന്ത് റേറ്റിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ വളരെ താഴ്ത്തി അവർക്ക് പ്രോഫിറ്റ് ഇട്ട് അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയും. എന്നാൽ നമുക്ക് അധ്വാനിക്കുന്നതിന്റെ മുതൽ കിട്ടണം, മുടക്കുമുതൽ കിട്ടണം, നമ്മളുടെ ലാഭം കിട്ടണം, നമ്മളുടെ വർക്ക്, അതായത് ഹാർഡ് വർക്കിന്റെ ഒരു എഫർട്ടിന്റെ വീതം കിട്ടണം. അതുകൊണ്ട് നമുക്ക് അല്പം പ്രോഫിറ്റ് ലഭിച്ചേ മതിയാകും. പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ആ പ്രോഫിറ്റ് ഒന്നും ഒരു വിഷയമല്ല. ആളുകൾ നിങ്ങളോട് എടുത്തിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് വീടാന്തരവും ചെയ്യാം. അതുകൂടാതെ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ പ്രോഡക്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് വരും. ആ ഡിമാൻഡും നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കറ്റായിരിക്കും, നല്ല ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ജീവിതം സുഗമമാകും. വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഒരു ലൈക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് പോകരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്, ഇഷ്ടപ്പെടാഞ്ഞത് എന്തുകൊണ്ട്, സഭ്യമായ ഭാഷയിൽ കമന്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു, മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി വേണമെങ്കിൽ ഷെയറും ചെയ്യാം. നന്ദി, നമസ്കാരം.